ഓം ഗും ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യേ നമ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനീ നിൻ പാദം നമിച്ചന്വഹം ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. ഓം സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരണ്യകാണ്ഡത്തിലെ 48-ാം സർഗമാണ് വ്യാഖ്യാനം പറയുന്നത്. മായാമാനിന് പിമ്പേ രാമനെ അന്വേഷിച്ച് ലക്ഷ്മണനും പോയപ്പോൾ ആശ്രമത്തിൽ തനിച്ചായ സീതയുടെ അടുത്തേക്ക് സന്യാസി രൂപം ധരിച്ച് രാവണൻ ചെന്നു. രാവണൻ അവിടെ ചെന്നപ്പോൾ ആ രൂപം കണ്ട് ഭയപ്പെട്ട് ആ പ്രകൃതി മുഴുവനും നിശ്ചലമായി തീർന്നു. പക്ഷികളും മൃഗങ്ങളും വൃക്ഷങ്ങളും നദികളുമൊക്കെ അനങ്ങാതെ നിന്നു. കാറ്റുപോലും ചലിക്കാതായി. സൂര്യനും മങ്ങിപ്രകാശിച്ചു. പ്രകൃതി മുഴുവൻ രാവണനെ കണ്ട് ഭയപ്പെട്ടു. സന്യാസി രൂപത്തിൽ രാവണൻ ഭർത്താവിനെ ചൊല്ലി വ്യസനിച്ചിരിക്കുന്ന ആ സീതയെ കണ്ടു. ആശ്രമത്തിലിരിക്കുന്ന സീതാദേവിയെ രാവണൻ കണ്ടു. തിങ്കൾ നേർമുഖിയും മഞ്ഞപ്പട്ടുടുത്തവളും ദുഃഖം കൊണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുന്നവളുമായ ആ സീതയെ ദുർമതിയായ ആ നിശാചരൻ സമീപിച്ചു. അനങ്കശരപീഠനായ ആ രാക്ഷസാധിപൻ ബ്രഹ്മഘോഷം മുഴക്കിക്കൊണ്ട് വിനീതഭാവത്തിൽ പറയാൻ തുടങ്ങി. ലക്ഷ്മി ദേവിയെപ്പോലെ ശോഭിക്കുന്ന ഭവതി ആരാണ്? രാക്ഷസന്മാർ വസിക്കുന്ന ഈ കാട്ടിൽ ഒറ്റയ്ക്കിരിക്കാൻ ഭയമില്ലേ? നീ ആരാണ്? ആരുടേതാണ്? എവിടെ നിന്ന് വന്നു? എന്നെല്ലാം രാവണൻ ചോദിച്ചതിന് സീത തൻ്റെയും രാമൻ്റെയും ആ കുലവും വംശവും ചരിത്രവുമെല്ലാം വിശദീകരിച്ച് പറഞ്ഞു. ബ്രാഹ്മണനും സന്യാസിയുമായ അതിഥി എന്ന് കരുതി സീത വിധിപൂർവം ആ രാവണനെ സൽക്കരിച്ച് കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്തു. ആതിഥ്യ മര്യാദയൊക്കെ ചെയ്തു. ചോദിച്ചു, ഭർത്താവും അനുജനും ഉടനെ വരും, അങ്ങ് കുറച്ചു നേരം വിശ്രമിക്കാം എന്നെല്ലാം പറഞ്ഞു. സീത ആ രാമലക്ഷ്മണന്മാർ വരുന്നത് നോക്കിയിരുന്നു. ചോദിച്ചു, ഭിക്ഷുവേഷത്തിൽ വന്ന അങ്ങ് ആരാണ്? തൻ്റെ കഥകളെല്ലാം ആ സന്യാസിയോട് പറഞ്ഞിട്ട് അങ്ങ് ആരാണ്? ഈ ഒറ്റയ്ക്ക് ഈ കാട്ടിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നത് എന്താണെന്ന് സീത അങ്ങോട്ടും ചോദിച്ചു. രാമപത്നിയായ സീത ഇങ്ങനെ പറഞ്ഞപ്പോൾ രാവണൻ അഹങ്കാരത്തോടെ അതിന് ഉത്തരം പറഞ്ഞത് ഇങ്ങനെയാണ്. ദേവന്മാരും അസുരന്മാരും മാനുഷന്മാരുമെല്ലാം ആരെ ഭയപ്പെട്ട് കഴിയുന്നോ ആ രാക്ഷസ രാജാവായ രാവണനാണ് ഞാൻ. മൂലോകാധിപനാണെന്ന് പറയാണ്. തൻ്റെ അഹങ്കാരത്തോടുകൂടി രാവണൻ താൻ തന്നെയാണ് കേമൻ, ആ രാമനെക്കാട്ടും കേമനാണ് താൻ എന്നുള്ളത് അവിടെ സീതയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. കാഞ്ചനവർണ്ണയും കൗശേയവാസിനിയുമായ നിന്നെ കണ്ട് ഞാൻ കാമബാണാർത്ഥനായി. നീ എന്നെ സ്വീകരിച്ചാൽ മൂലോകറാണിയായി എന്നോടൊപ്പം സുഖമായി വാഴാം. നീ എൻ്റെ ഭാര്യയായാൽ സർവാഭരണ വിഭൂഷിതകളായ 5000 ദാസിമാർ നിന്നെ പരിചരിക്കും എന്നെല്ലാം രാവണൻ പറഞ്ഞപ്പോൾ സീത കോപത്തോടെ രാക്ഷസനെ നിന്ദിച്ചുകൊണ്ടിങ്ങനെ പറഞ്ഞു.
മഹാബാഹുവും മഹാകീർത്തിമാനും ജിതേന്ദ്രിയനും സുന്ദരനും രാജപുത്രനുമായ രാമൻ്റെ ഭാര്യയാണ് ഞാൻ. രാമൻ്റെ അനുവർത്തിനിയാണ് ഞാൻ. സിംഹത്തിന് വെച്ചത് കുറുക്കൻ കൊണ്ടുപോവുകയോ? നീയാകുന്ന കുറുക്കൻ ദുർലഭ സിംഹിയായ എന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. നിനക്കെന്നെ തൊടാനാവില്ല. നിനക്ക് ആയുസ്സൊടുങ്ങാറായി. അതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. രാമപത്നിയെ അപഹരിക്കാൻ നീ ആഗ്രഹിച്ചല്ലോ, കഷ്ടം. കത്തുന്ന തീയിനെ വസ്ത്രത്തിൽ കൊണ്ടുപോകാൻ നീ മോഹിക്കുന്നു. സിംഹവും കുറുക്കനും തമ്മിലുള്ള ഭേദം രാമനും നിനക്കും തമ്മിലുണ്ട്. ഗരുഡനും കാക്കയും തമ്മിലും അരയന്നവും കഴുകനും തമ്മിലുള്ള ഭേദവും മയൂരവും നീർക്കാക്കയും തമ്മിലുള്ള ഭേദവും രാമനും നിനക്കും തമ്മിലുണ്ട്. പരിശുദ്ധയായ ആ തന്നെ സീതാദേവി ഇങ്ങനെയെല്ലാം കൂസലില്ലാതെ പറഞ്ഞ് കാറ്റത്തുലഞ്ഞ വാഴ പോലെ വിറയ്ക്കാൻ തുടങ്ങി. അത് കണ്ട് രാവണൻ വീണ്ടും അവളുടെ ഭയം അധികമാക്കാൻ തൻ്റെ കുലവും ബലവും കർമ്മവുമെല്ലാം വിവരിക്കാൻ തുടങ്ങി. താൻ തൻ്റെ കേമത്വം കൂടുതൽ പറയാൻ തുടങ്ങാണ്, ഭയപ്പെടുത്താൻ വേണ്ടി വീണ്ടും. ഏവം ഭ്രുവന്ത്യാം സീതായാം സംരബ്ധ പരുഷം വച ലലാടേ ഭൃഗുടിം കൃത്വാ രാവണ പ്രത്യുവാച. സീത ഇങ്ങനെ പറഞ്ഞപ്പോൾ രാവണൻ കോപത്താൽ പുരികങ്ങൾ ചുളിച്ചുകൊണ്ട് പരുഷമായി ഇങ്ങനെ പറഞ്ഞു. ഭ്രാതാ വൈശ്രവണസ്യാഹം സാപത്നോവരവർണിനി രാവണോ നാമ ഭദ്രം തേ ദശഗ്രീവ പ്രതാപവാൻ. ഞാൻ വൈശ്രവണന്റെ സപത്നി സഹോദരനാണ്. രാവണൻ എന്ന് പുകഴേറിയവൻ, ദശഗ്രീവൻ, പ്രതാപവാൻ. തന്നെക്കുറിച്ച് കേമത്വത്തോടുകൂടി രാവണൻ സീതയോട് പറഞ്ഞു. വൈശ്രവണൻ ആരാന്ന് വെച്ചാൽ വിശ്രവസിൻ്റെ പുത്രനാണ് വൈശ്രവണൻ. കുബേരൻ എന്നെല്ലാം പറയും. ബ്രഹ്മാവിൻ്റെ പുത്രനാണ് പുലസ്ത്യൻ. പുലസ്ത്യൻ്റെ പുത്രനാണ് വിശ്രവസ്. ആ വിശ്രവസിൻ്റെ പുത്രനാണ് വൈശ്രവണൻ. അദ്ദേഹം തപസ് ചെയ്തിട്ട് ആർജിച്ചതാണ്, ബ്രഹ്മാവ് സന്തോഷിച്ചു കൊടുത്തതാണ് ദിക്പാലകത്വം, നിധീശത്വം, പുഷ്പക എന്ന വിമാനം. പുഷ്പക വിമാനമൊക്കെ ആ ബ്രഹ്മാവ് വൈശ്രവണന് നൽകിയതാണ്. ലങ്കാപുരവും വിശ്രവസാണ്, അച്ഛനായ വിശ്രവസാണ് ലങ്കാപുരിയിൽ വസിക്കാനും അനുവാദം കൊടുത്തത്. രാക്ഷസന്മാരായിരുന്നു പണ്ടവിടെ വസിച്ചിരുന്നത്. അവർ ദേവന്മാരെ ഉപദ്രവിച്ചതനുസരിച്ച് ഭഗവാൻ വിഷ്ണു അവരെല്ലാം വധിച്ചു. യുദ്ധത്തിൽ വധിച്ച് ബാക്കിയുള്ളവരെല്ലാം ഓടി പാതാളത്തിൽ രക്ഷപ്പെട്ടു. ഇപ്പം ആ ലങ്കാപുരി ഒഴിഞ്ഞു കിടക്കാണ്, അവിടെ പോയി വസിക്കാമെന്നൊക്കെ വിശ്രവസ് വൈശ്രവണനോട് പറഞ്ഞു. വൈശ്രവണൻ എന്ന് പറഞ്ഞാൽ കുബേരൻ. വിശ്രവസിൻ്റെ പുത്രനായതുകൊണ്ടാണ് വൈശ്രവണൻ എന്ന് പറയുന്നത്. കുബേരൻ എന്നുള്ള പേരുണ്ട്. ധനധൻ എന്നൊക്കെ പറയും. ഇഷ്ടം പോലെ നിധികളാണ്, നിധി കുംഭങ്ങൾ അനവധിയുണ്ട്. അനവധി സമ്പത്തുകളുടെ ഉടയവനാണ് ഈ വൈശ്രവണൻ. അഷ്ടദിക്പാലന്മാരിൽ ഒരാളാണ്. അതാണ് ദിക്പാലത്വം കൊടുത്തല്ലോ. ഇത് ബ്രഹ്മാവ് അനുഗ്രഹിച്ച് നൽകിയതാണ്. അങ്ങനെയുള്ള ആ സഹോദരനായിട്ട് വരുമല്ലോ വിശ്രവസ്. രണ്ടുപേരുടെ അച്ഛനാണ്, അമ്മ രണ്ടാണെങ്കിലും. ആ വിശ്രവസിൻ്റെ രണ്ടാമത്തെ ഭാര്യയാണ് കൈകസി, രാക്ഷസ സ്ത്രീയാണ്. അതിലുണ്ടായതാണ് രാവണ കുംഭകർണ വിഭീഷണന്മാരും ആ ശൂർപ്പണഖയൊക്കെ. എന്തായാലും സഹോദരനായിട്ട് വരും. സപത്നി സഹോദരൻ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ദേവന്മാരും ഗന്ധർവന്മാരും പക്ഷികളും പിശാചുക്കളും സർപ്പങ്ങളുമെല്ലാം എന്നെ പേടിച്ചാണ് കഴിയണത്, രാവണൻ പറയാണ്. ഒരിക്കൽ സംഗതി വശാൽ വൈമാത്ര സഹോദരൻ ആ വൈശ്രവണനുമായിട്ട് നേരിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു. ഞാനവനെ തോൽപ്പിച്ചു. വൈശ്രവണനെ കോപത്തോടുകൂടി നേരിട്ട് യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു. പുഷ്പക വിമാനമെല്ലാം എൻ്റെ കയ്യൂക്കുകൊണ്ട് ഞാൻ ബലമായി കവർന്നെടുത്തു, യുദ്ധത്തിൽ തോൽപ്പിച്ച്. അതുകൊണ്ട് സമ്പൽ സമൃദ്ധമായ ആ നാട് ലങ്ക ഉപേക്ഷിച്ചവൻ ഹിമാലയത്തിലെ കൈലാസത്തിനടുത്ത് പോയി താമസമാണ്. കൈലാസത്തിൽ അടുത്തുള്ള അളകാപുരിയിലാണ് വൈശ്രവണൻ്റെ സ്ഥാനം. ഇന്നും അവിടെയാണ് അഷ്ടദിക്പാലന്മാരിൽ ഒരാളായിട്ട് വൈശ്രവണൻ വസിക്കുന്നത്. കുബേരൻ എന്നാണ് ആദ്യം പേര് പറയുക. പക്ഷെ ഇവിടെ വൈശ്രവണൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു എന്ന് മാത്രം. തസ്യതിൽ പുഷ്പകം നാമ വിമാനം കാമകം ശുഭം വിര്യാദാർജിതം
വീരാദാവർജിതം ഭദ്രേ ഏനയാമി വിഹായസ. ആർജിതം എന്നല്ലേ വരെ, വീരാദാർജിതം ഭദ്രേ ഏനയാമി വിഹായസ. അവൻ്റെ പുഷ്പകമെന്നുള്ള പേരുള്ള കാമകമായ നല്ല വിമാനം ഞാൻ ബലം കൊണ്ട്, എൻ്റെ കയ്യൊക്കെ കൊണ്ട് ഞാൻ കൈക്കലാക്കി. ഞാൻ അതിൽ ഇന്ന് ഗഗനസഞ്ചാരം ചെയ്യുന്നു. തൻ്റെ കേമത്വം പറയാൻ ആ വൈശ്രവണനെ പോലും തോൽപ്പിച്ചത്, ദേവന്മാരെല്ലാവരും ആദരിക്കുന്ന വൈശ്രവണനെ പോലും ഞാൻ തോൽപ്പിച്ച് നേടിയതാണ് ഇന്നുള്ള ഈ കീർത്തിയെല്ലാം. ഈ പരാക്രമങ്ങളൊക്കെ, ഈ ലങ്ക നേടിയതും ആ ദേവന്മാരെല്ലാം ഭയപ്പെട്ട് കഴിയുന്നതും മൂലോക നായകത്വം നേടിയതുമൊക്കെ എൻ്റെ കഴിവാണെന്നുള്ളത് ആ രാവണൻ തൻ്റെ പ്രതാപം വിളിച്ചു പറയാണ്. മൈഥിലി സീതയെ വിളിച്ചു പറയാണ്, ഇന്ദ്രാദികളായ ദേവന്മാരെല്ലാം എന്നെ ഭയപ്പെട്ട് കഴിയുന്നു. ഞാൻ നിൽക്കുന്നിടത്ത് ശങ്കിച്ചാണ് കാറ്റ് പോലും വീശുന്നത്. കാറ്റിന് പോലും ഭയമാണ്. ചണ്ഡകിരണനായ സൂര്യനും ശീതകിരണനായി തീരുന്നു. എന്നെ ഭയപ്പെട്ടുകൊണ്ട് സൂര്യൻ്റെ പോലും പ്രകാശം മങ്ങിക്കാണുന്നു. നിഷ്കമ്പ പത്രാസ്തരവോ നദ്യശ്ച സ്ഥിമിരോദക ഭവന്തി തത്ര യത്രാഹം തിഷ്ഠാമി ച ചരാമി ച. ഞാൻ നിൽക്കുകയും നടക്കുകയും ചെയ്യുന്നിടത്ത് ആ മരങ്ങളുടെ ഇലകൾ പോലും ഇളകില്ല, പുഴയിലെ വെള്ളം ഒഴുകില്ല, എല്ലാം നിശ്ചലമായി തീരുന്നു. പ്രകൃതി മുഴുവൻ എന്നെ ഭയപ്പെട്ട് അനങ്ങാതെ നിൽക്കുന്നു എന്ന് പറയണം. മമപ്പാരേ സമുദ്രസ്യ ലങ്കാനാമപുരീം ശുഭ സമ്പൂർണ രാക്ഷസൈ ഘോരൈ യഥേ സമ്പൂർണ രാക്ഷസൈ ഘോരൈ യഥേ ഇന്ദ്രസ്യാമരാവതി. ഇന്ദ്രൻ്റെ അമരാവതിയേക്കാൾ കേമമാണ് എൻ്റെ ലങ്കാപുരി. ഈ കടലിൻ്റെ അപ്പുറത്ത് എൻ്റെ പുരിയാണ് ലങ്കാനഗരം. ആ ഇന്ദ്രൻ്റെ അമരാവതിയേക്കാൾ ശ്രേഷ്ഠമാണ്. അവിടെ അനവധി രാക്ഷസന്മാർ എൻ്റെ അനുയായികളായി വർത്തിക്കുന്നുണ്ട്. പ്രാകാരേണ പരിക്ഷിപ്ത പാണ്ഡുരേണ വിരാജിത ഹേമകക്ഷ്യാപുരീ രമ്യ വൈഡൂര്യമയതോരണ ഹസ്ത്യശ്വരഥ സമ്പാധ തൂര്യനാഥ വിനാദിത സർവകാമഫലൈ വൃക്ഷൈ സങ്കുലോദ്യാനഭൂഷിത. വെള്ളി കൊണ്ടുള്ള മതിലുകളാണ്. ചുറ്റുമുള്ള മതിലുകളെല്ലാം വെള്ളികൊണ്ട്, വെൺമതിലുകളാൽ ചുറ്റപ്പെട്ടും പൊന്മയങ്ങളായ ഉപഗ്രഹങ്ങളോട് കൂടിയതും വൈഡൂര്യ ഗോപുരങ്ങൾ ഇണങ്ങിയും ആനയും കുതിരയും തേരും നിറഞ്ഞും പെരുമ്പറയൊച്ച മുഴങ്ങിയും എന്നും കാക്കുന്ന വൃക്ഷങ്ങൾ നിറഞ്ഞ ഉദ്യാനങ്ങൾ ഉള്ളതും രമ്യവുമായ ആ ലങ്കാപുരി എൻ്റേതാണ് എന്ന് രാവണൻ. തത്രത്വം വസഹേ സീതേ രാജപുത്രീ മയാ സഹ ന സ്മരിഷ്യസേ നാരീണാം മാനുഷീണാം മനസ്വിനി. സീതയോട് പറയാം, എന്നോടൊത്ത് നിനക്ക് അവിടെ പാർത്താൽ സുഖമായി വസിക്കാം, എന്നോടുകൂടി നിനക്ക് ആ ലങ്കയിൽ സുഖമായി കഴിയാം. പിന്നെ നീ മനുഷ്യ സ്ത്രീകളെക്കുറിച്ച് ഓർമ്മിക്കില്ല. അത്ര സുഖമായിട്ട് നിനക്ക് എന്നോടൊത്ത് അവിടെ കഴിയാം. ഭുഞ്ജാനാ മാനുഷാൻ ഭോഗാൻ ദിവ്യാംശ്ച വരവർണിനി ന സ്മരിഷ്യസി രാമസ്യ മാനുഷസ്യ ഗതായുഷ. അവിടെ ദിവ്യമാനുഷങ്ങളായ ഭോഗങ്ങൾ അനുഭവിക്കുമ്പോൾ നീ അല്പായുസ്സായ രാമൻ എന്ന മനുഷ്യനെ ഓർമ്മിക്കാതായും മനുഷ്യനായ രാമനെ നീ മറന്നുപോകും. സ്ഥാപയിത്വാ പ്രിയം പുത്രം രാജേ ദശരഥോ നൃപ മന്ദവീര്യസ്തോ ജ്യേഷ്ഠ സുത പ്രസ്ഥാപിതോ വനം. ദശരഥ രാജാവ് രാജ്യം ഓമനപുത്രന് കൊടുത്ത് മന്ദവീര്യനായ മൂത്തപുത്രനെ കാട്ടിലേക്ക് അയച്ചു. രാവണൻ പറയുന്നതാണ്. തേന കിം ഭ്രഷ്ടരാജേന രാമേണ ഗതചേതസ കരിഷ്യസി വിശാലാക്ഷി താപസേന തപസ്വിന. നാട് നഷ്ടപ്പെട്ടവനും നാണം കെട്ടവനും ശോചനീയനും താപസനുമായ ആ രാമനെ കൊണ്ട് നിനക്ക് എന്താണൊരു കാര്യം? സർവ രാക്ഷസേശ്വരനും കാമത്താൽ സ്വയം ഇവിടെ വന്നവനും മാരശരങ്ങൾ ഏറ്റവനുമായ എന്നെ നീ സ്വീകരിക്കൂ. ആ രാമനെ ഉപേക്ഷിച്ച് നീ എന്നെ വരിച്ചോളൂ. രാമനെ കൊണ്ട് എന്താണ് പ്രയോജനം? രാക്ഷസന്മാരുടെ ഈശ്വരനായ എന്നെ നീ സ്വീകരിക്കൂ, ഇത്ര ഭോഗങ്ങളെല്ലാം അനുഭവിക്കൂ. പ്രത്യാഖ്യായ ഹിമാംഭീരോ പശ്ചാത്താപം ഗമിഷ്യസേ ചരണേനാഭിഹന്ത്യേവ പുരൂരവ സമൂർവശേ. ചരണേനാഭിഹത്യേവ പുരൂരവ സമൂർവശേ. പുരൂരവസ് പണ്ട് ഉർവശി
ശപിച്ചിട്ടുണ്ട്. ഉർവശി ഒരിക്കൽ പുരൂരവസ് എന്ന മഹാരാജാവിനെ കാലുകൊണ്ട് ചവിട്ടിയതിൻ്റെ ഫലമായി ശാപമേറ്റ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായി ഇരിക്കേണ്ടി വന്നു. അതുപോലെ നിനക്കും പശ്ചാത്തപിക്കേണ്ടി വരും എന്നെ നിരസിച്ചാൽ എന്ന് പറയാണ്. ഞാൻ ഈ പറയുന്നതിനെ തള്ളിക്കളഞ്ഞാൽ നീ പിന്നീട് പശ്ചാത്തപിക്കും. അങ്കുല്യാ ന സമോ രാമോ മമ യുദ്ധേ സമാനുഷ തവ ഭാഗ്യേന സംപ്രാപ്തം ഭജസ്വ വരവർണ്ണിനി. മാനുഷനായ രാമൻ പോരിൽ എൻ്റെ വിരലിനു പോലും സമനല്ല. നിന്റെ ഭാഗ്യം കൊണ്ട് വന്നണഞ്ഞ എന്നെ നീ സ്വീകരിക്കൂ. നിന്റെ ഭാഗ്യം കൊണ്ട് വന്നണഞ്ഞ എന്നെ നീ സ്വീകരിക്കണം എന്ന് പരവശനായി രാവണൻ സീതയോട് അഭ്യർത്ഥിച്ചു. ഇത് കേട്ട് രോഷം കൊണ്ട് മിഴികൾ തൊടുത്ത വൈദേഹി ആ സീത തനിച്ചായിരുന്നിട്ടും കൂസലില്ലാതെ ആ രാവണനോട് പരുഷമായ സ്വരത്തിൽ പറഞ്ഞു: കഥം വൈശ്രവണം ദേവം സർവദേവ നമസ്കൃതം ഭ്രാതരം വിപദിഷ്യത്വം അശുഭം കർത്തുമിച്ഛസേ. ദേവന്മാരെല്ലാം വന്ദിക്കുന്ന ദേവനായ വൈശ്രവണന്റെ സഹോദരനാണെന്ന് പറഞ്ഞുകൊണ്ട് നീ അധർമ്മം ചെയ്യാൻ ഒരുങ്ങുന്നു. അത് ശരിയല്ലല്ലോ. ഇത്ര ഗുണങ്ങളുള്ള വൈശ്രവണന്റെ സഹോദരനാണെങ്കിൽ ഗുണങ്ങളല്ലേ ഉണ്ടാവേണ്ടത്? അധർമ്മം ചെയ്യാൻ ഒരുങ്ങുന്നത് എന്താണ്? അവശ്യം വിനശിഷ്യന്തി സർവേ രാവണ രാക്ഷസാഹ യേഷാം ത്വം കർക്കശോ രാജ ദുർബുദ്ധിരജിതേന്ദ്രിയ. രാവണ, ഈ രാക്ഷസന്മാരൊക്കെ ഉടൻ മുടിയുമെന്ന് ഉറപ്പാണ്. കാരണം ക്രൂരനും ദുർബുദ്ധിയും ഇന്ദ്രിയങ്ങളെ അടക്കാൻ കഴിയാത്തവനും അജിതേന്ദ്രിയനുമായ നീയാണല്ലോ അവരുടെ രാജാവ്. അതുകൊണ്ട് ഈ രാക്ഷസന്മാരെല്ലാം ഉടനെ തന്നെ നശിച്ചു പോകുമെന്ന് ഉറപ്പ് തന്നെയാണ്. സീതയുടെ ശാപം. അപഹൃത്യ ശചിം ഭാര്യാം ശക്യമിന്ദ്രസ്യ ജീവിതും നഹി രാമസ്യ ഭാര്യാം മാം ആനീയ സുസ്തിമാൻ ഭവേൽ. ഇന്ദ്രന്റെ ഭാര്യയെ ആയ ശശിദേവിയെ അപഹരിച്ചാലും ഒരുപക്ഷെ ജീവിച്ചിരുന്നേക്കാം. പക്ഷേ രാമന്റെ ഭാര്യയായ എന്നെ അപഹരിച്ചാൽ സുഖമായി ജീവിച്ചിരിക്കില്ല. എന്നെ അപഹരിച്ചാൽ തീർച്ചയായും മൃത്യുവാണ്. രാമന്റെ കൈകൊണ്ട് അവരുടെ മരണം ഉറപ്പു തന്നെയാണെന്ന് പറയാം. ജീവിച്ചിരം വജ്രധരസ്യ പശ്ചാത് ശശിം പ്രദൃശ്യാ പ്രതിരൂപരൂപം ന മാതൃശിം രാക്ഷസധർമ്മ ദർശയിത്വാ പീതാമൃതസ്യാപിതവാസ്തി മോക്ഷഃ. വജ്രധരന്റെ അതുല്യ സൗന്ദര്യമുള്ള ഭാര്യയായ ശചിയെ കവർന്നവൻ ചിരകാലം ജീവിച്ചിരുന്നേക്കാം. പക്ഷേ എന്നെ പോലെയുള്ളവളെ, അതായത് പതിവ്രതകളായ സ്ത്രീകളെ തൊട്ടാൽ അമൃത് സേവിച്ചവനായാലും നീ ചാകാതെ പോവില്ല. അമൃത് സേവിച്ചവനായാലും മരിച്ചു പോകും. അവരുടെ ശാപം കൊണ്ട്, പാതിവൃത്യമുള്ള സ്ത്രീകളുടെ ശാപം കൊണ്ട് മൃത്യു ഉറപ്പു തന്നെയാണെന്ന് ആ സീതാദേവി രാവണനോട് കർക്കശസ്വരത്തിൽ, പരുഷസ്വരത്തിൽ പറയാണ്. അത് പിന്നെയും രാവണൻ വീണ്ടും അത് കേട്ട് രാവണൻ കോപിച്ചുകൊണ്ട് കൈ രണ്ടും കൂട്ടിത്തിരുമ്പി തൻ്റെ ശരീരം വലുതാക്കി കോപത്തോടുകൂടി വീണ്ടും കുറേ ജൽപ്പനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതെല്ലാം അടുത്ത സർഗത്തിലാണ് പറയുന്നത്. ഇത്രയുമാണ് ഈ സർഗത്തിൽ പറയുന്നത്. ഇനി അതിന് രാവണൻ മറുപടി പറയുന്നത് അടുത്ത സർഗത്തിൽ കേൾക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.